ഡൊണാൾഡ് ട്രംപിന്റെ എല്ലാ സഹായ പദ്ധതികളും ഒടുവിൽ സഹായം ലഭിച്ച രാജ്യത്തിന് തന്നെ വൻ തിരിച്ചടിയായി മാറുകയാണ്. അധികാരത്തിൽ കയറിയതു മുതൽ നിരവധി സഹായങ്ങളും പദ്ധതികളും യുഎസിനും മറ്റ് രാജ്യങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിൽ ട്രംപ് അവതരിപ്പിച്ചെങ്കിലും ഒടുവിൽ ആ സഹായത്തിന് പിന്നിൽ തിരിച്ചടികൾ മാത്രമാണ് ഓരോ രാജ്യത്തിനും ലഭിച്ചത്. യുഎസിനോട് ട്രംപ് ചെയ്യുന്ന അതേ രീതി ട്രംപ് മറ്റു രാജ്യങ്ങളോടും തുടരുകയാണെന്നും ട്രംപിന്റെ സഹായത്തിന് പിറകിൽ വൻ ചതികളാണ് ഓരോ രാജ്യത്തെയും കാത്തിരിക്കുന്നതെന്നും ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള ഉന്നത വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. വോട്ടർമാരുടെ പങ്കാളിത്തത്തിനായി ഇന്ത്യക്ക് $21 മില്യൺ ധനസഹായം നൽകിയതിനെക്കുറിച്ചുള്ള എലോൺ മസ്കിന്റെ ഡോഗ് നടത്തിയ പ്രഖ്യാപനം ഒരു വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് വഴിയൊരുക്കിയത്. എന്നാൽ ആ വിവാദത്തിൽ വൻ വഴിത്തിരിവ് ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രസ്താവനയുമായാണ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നത്. മറ്റ് നിരവധി രാജ്യങ്ങൾക്കുള്ള ധനസഹായം ഉൾപ്പെടെ ഇന്ത്യയിലെ വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത $21 മില്യൺ പദ്ധതിയിൽ മറ്റ് രാജ്യങ്ങളെ അടക്കം ആശങ്കയിലാക്കുകയാണ്. ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിൽ സർക്കാർ ചെലവുകൾ മേൽനോട്ടം വഹിക്കുന്നതിനും വെട്ടിക്കുറയ്ക്കുന്നതിനുമായി സ്ഥാപിതമായ ഡോഗ്, മോൾഡോവ, ബംഗ്ലാദേശ്, നേപ്പാൾ, മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിവിധ അന്താരാഷ്ട്ര പദ്ധതികൾക്കായി യുഎസ് നികുതിദായകരുടെ ഡോളർ അനുവദിച്ചിട്ടുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. കൂടാതെ ഇന്ത്യയിലെ മാനുഷിക സഹായത്തിനുള്ള പ്രാഥമിക ശക്തിയായി ദീർഘകാലമായി കണക്കാക്കപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, അതായത് USAID വഴി ഇന്ത്യയിലെ വോട്ടെടുപ്പിന് ധനസഹായം നൽകുന്നതിനായി $21 മില്യൺ ചിലവഴിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഡോഗ് വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വന്ന പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ മോദിക്കും ചില റോളുകൾ ഉണ്ടെന്ന ചില സംശയങ്ങളും ഉയർന്നിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ കോൺഗ്രസിനുമിടയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വലിയ തർക്കത്തിന് തന്നെ കാരണമായി. എന്നാൽ ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ ധനസഹായം ഇന്ത്യക്ക് ആവശ്യമില്ലെന്ന് ന്യായീകരിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ $21 ദശലക്ഷം അമേരിക്കയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയെന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ ഈ ഒരു പ്രസ്താവനയോട് ഇന്ത്യയിൽ BJPക്ക് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനായി അമേരിക്ക ഫണ്ട് നൽകി എന്ന ആദ്യത്തെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് ആയിരുന്നു പ്രതിരോധത്തിലായിരുന്നത്. എന്നാൽ ഇന്ത്യയിലെ എന്റെ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വോട്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായി $21 ദശലക്ഷം നൽകി എന്ന പ്രസ്താവനത്തോടെ ഇന്ത്യ പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇതിനു മുൻപുള്ള 2 പ്രസ്താവനകളിലും ആർക്കാണ് പണം നൽകിയത് എന്ന കാര്യം ട്രംപ് വ്യക്തമാക്കിയിരുന്നില്ല. ഇന്ത്യയിലെ മറ്റൊരാൾ എന്ന് മാത്രമായിരുന്നു പരാമർശിച്ചത്. എന്നാൽ ട്രംപിന്റെ ഈ ഒരു സഹായ ലക്ഷ്യത്തിന് പിറകിൽ വൻ ചതികളാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇന്ത്യ അത് മനസ്സിലാക്കാതെ പോയി സ്വന്തം രാജ്യത്തെയും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെയും വേട്ടയാടുക എന്നതാണ് ട്രംപിന്റെ പ്രധാന ഉദ്ദേശമെന്ന നിലയിൽ നിരവധി ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നടിച്ചുകൊണ്ട് രംഗത്ത് വന്നു. കൂടാതെ കേന്ദ്ര സർക്കാർ ഏജൻസികളോ NGOകളോ ആണോ പണം സ്വീകരിച്ചതെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ അംഗങ്ങളോ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ല. അതേസമയം US ഫോറിൻ അസിസ്റ്റന്റ് വെബ്സൈറ്റിൽ ലഭ്യമായ ഡാറ്റ പ്രകാരം കഴിഞ്ഞ 24 വർഷത്തിനിടെ ഇന്ത്യക്ക് വിതരണം ചെയ്ത ഗ്രാന്റുകൾ ഇന്ത്യ ടുഡേയുടെ ഡാറ്റ ഇന്റലിജൻസ് യൂണിറ്റ് പരിശോധിച്ചു. 2001 നും 2024 ഇടയിൽ USAID ഇന്ത്യക്ക് ആകെ $2.9 ബില്യൺ വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് പ്രതിവർഷം ശരാശരി $119 മില്യൺ. $1.3 ബില്യൺ അല്ലെങ്കിൽ ഈ പണത്തിന്റെ 44.4% ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ഭരണകാലത്ത് അനുവദിച്ചു. കോൺഗ്രസ് നയിക്കുന്ന യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഭരണകാലത്ത് ഇന്ത്യക്ക് $1.2 ബില്യൺ ഗ്രാന്റുകൾ അഥവാ 41.3% ലഭിച്ചത്. കൂടാതെ 2018 ശേഷം തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് കീഴിൽ ഒരു ഫണ്ടും വിതരണം ചെയ്തിട്ടില്ല എന്നാണ് അതിൽ നിന്നും വ്യക്തമാവുന്നതും. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന എന്തിനാണ് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്.